പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഏപ്രിൽ 2. ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതകളാണുള്ളത്. ഒന്ന് പെസഹ വ്യാഴം എന്ന് പറയുന്ന ക്രൈസ്റ്റിന്റെ കുരിശാരോഹണത്തിന് മുമ്പുള്ള ത്യാഗസന്നദ്ധമായ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കാര്യങ്ങൾ ചെയ്തു തീർത്തൊരു ദിവസമാണ് പെസഹ വ്യാഴം. സ്വന്തം ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നു, അവരോടൊത്ത് അവസാനത്തെ അത്താഴം പങ്കുവെക്കുന്നു. ആ രീതിയിൽ മഹത്തരമായ ഒരു ദിവസമാണ്. ഇതുപോലെ മഹത്തരമായ ഒരു ദിവസമാണ് ഇന്ന് കേരളത്തിന്റെ അടുത്ത 5 വർഷക്കാലം. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഈ കൊച്ചു കേരളം ഭരിക്കപ്പെടുക എന്നതിന്റെ പ്രകടന പത്രിക എല്ലാ രാഷ്ട്രീയ മുന്നണികളും, NDA മുന്നണി, UDF, LDF പുറത്തുവിട്ട ദിവസമാണ്. മറ്റ് വലതുപക്ഷ മുന്നണികളുടെ രാഷ്ട്രീയ പ്രകടന പത്രികയിലെല്ലാം വാരിക്കോരിയുള്ള പതിവ് പോലുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും വാഗ്ദാനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നാളിതുവരെയുള്ള അനുഭവത്തിൽ UDFന്റെ നാൾക്കുനാൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഇറക്കാനുള്ള പ്രകടന പത്രികകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നടപ്പിലാക്കിയ ചരിത്രമുണ്ടോ? അതുപോലെ തന്നെയാണ് BJPയുടെ. BJP കേരളം ഭരിച്ചിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന BJP ജനോപകാരപ്രദമായ കാര്യങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, തികച്ചും ജനവിരുദ്ധമായ കാര്യങ്ങൾ. അതിലൊന്നാണ് ലേബർ കോഡ്. ഇപ്പൊ പുതിയതായിട്ട് വന്ന ലേബർ കോഡ്, അതുപോലെ FCR, ന്യൂനപക്ഷങ്ങളുടെ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പിന്നെ പിച്ച് ചീന്തുന്ന, ഇല്ലായ്മ ചെയ്യുന്ന, റദ്ദു ചെയ്യുന്ന, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പിന്നെ യാതൊരു വിധത്തിലും സ്വാതന്ത്ര്യമില്ലാത്ത വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. FCR അതിന്റെ അവസാന ഉദാഹരണമാണ്. ഞാൻ പറഞ്ഞു വന്നത് LDFന്റെ പ്രകടന പത്രികയെ കുറിച്ചാണ്. കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ചപ്പോൾ അതത് തെരഞ്ഞെടുപ്പ് വേളകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകടന പത്രികകൾ ഓരോന്നും, പ്രകടന പത്രികയിൽ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നടപ്പിലാക്കി പൊൻതിളക്കത്തോടെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുമുന്നണി ഭരണം അതിന്റെ ഏറ്റവും മനോഹരമായ തുടർച്ചയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഏറ്റവും സത്യസന്ധവും വസ്തുതാപരവും പ്രയോഗക്ഷമവുമായ പ്രവൃത്തി പദത്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ബാക്കപ്പ് ഉള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നന്ദി,